ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് പാരഡൈസ്. അപ്പോൾ ഗൈസ്, ഇത് വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ മാർവൽ DC അതുപോലെ ഹോളിവുഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സിനെ പറ്റി തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്നത്തെ കൂട്ട് നമ്മുടെ മാർവലിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സിലേക്ക് പോകാം. അപ്പോൾ അതിൽ തന്നെ ഫസ്റ്റ് നമ്മൾ സ്പൈഡർമാൻ 4 റിലേറ്റഡ് ആയിട്ട് നമുക്ക് കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് എന്തുവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൻറ്റിമാനും അതുപോലെ തന്നെ നമ്മുടെ ഡെയർ ഡെവിലിനും ആണെങ്കിൽ സ്പൈഡർമാൻ 4 മൂവിക്കകത്ത് ഒരു മേജർ ആയിട്ടുള്ള ഒരു റോൾ കാണും എന്നുള്ള ഒരു കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ആൻറ്റിമാനെ നമ്മൾ ലാസ്റ്റായിട്ട് കണ്ടിട്ടുള്ള ആൻഡ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയം മൂവിയിൽ അതുപോലെ തന്നെ നമ്മുടെ ഡെയർ ഡെവിലിനെ ലാസ്റ്റായിട്ട് കണ്ടിട്ടുള്ള ഷീഹൾക്ക് സീരീസിലും ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇനി ഈ രണ്ട് ക്യാരക്ടറിനെ നമുക്കിനി സ്പൈഡർമാൻ 4 മൂവിയിലൂടെ കാണാൻ സാധിക്കും എന്നുള്ള ഒരു റൂമറാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആൻറ്റിമാനും അതുപോലെ തന്നെ ഡെയർ ഡെവിലും ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഒരു സ്ട്രീറ്റ് ലെവലായിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ ആയിരിക്കും സ്പൈഡർമാൻ 4 കാണാൻ സാധിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് ഏകദേശം മനസ്സിലാക്കും. കാരണം അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള റൂമർ ഇപ്പം വന്നിട്ടുണ്ട്. അതായത് നമ്മൾ സ്പൈഡർമാൻ 4 ആണെങ്കിൽ ഒരു ഗ്രൗണ്ടർ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റ് ലെവൽ സ്റ്റോറി ലൈൻ ആയിരിക്കും ആ ഒരു മൂവിക്കകത്ത് വരാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതിനുശേഷം അടുത്ത വർഷം 2024 ഇറങ്ങാനായിട്ട് പോകുന്ന ഒരു സ്പൈഡർമാൻ്റെ പ്രോജക്റ്റ് തന്നെയാണ് സ്പൈഡർമാൻ ഫ്രഷ്മാൻ ഇയർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്, ആനിമേറ്റഡ് സീരീസ്. അപ്പോൾ ആ ഒരു സീരീസിലൂടെ നമ്മുടെ ഈ ഒരു ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ്റെ ആ ഒരു സ്പൈഡർ പവേഴ്സൊക്കെ കിട്ടുന്നതിനെ പറ്റിയിട്ട് ആ ഒരു സമയത്തെ ആ ഒരു കാലഘട്ടത്തിലെ സ്റ്റോറി ലൈനൊക്കെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു സീരീസിൻ്റെ പേരിപ്പം മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നമുക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്പൈഡർമാൻ ഫ്രഷ്മാൻ ഇയർ എന്ന ആ ഒരു പേരിൽ നിന്നും ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്ന പേരിലേക്ക് ആ ഒരു ആനിമേറ്റഡ് സീരീസ് ആ ഒരു പേര് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് സ്പൈഡർമാൻ എന്ന് പറയുന്ന ആ ഒരു നെയിം ആണെങ്കിൽ ഒരു അടിപൊളി പേര് തന്നെയാണ്, എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേര് മാറ്റിയതിൽ വെച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, പഴയതായിരുന്നു നല്ലത് പുതിയതാണോ നല്ലത് എന്നുള്ളൊരു കാര്യം താഴെ മറക്കാതെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ മാർവലാണെങ്കിൽ ഒരു വാട്ട് ഇഫ് സീസൺ 2 പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ട്രെയിലർ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ ലോക്കി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടൈം ലൈൻ ട്രീയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഒരു ട്രീ ആണെങ്കിൽ ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മുടെ വാച്ചറാണെങ്കിൽ അലങ്കരിച്ച് വെച്ചേക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു വാട്ട് ഇഫ് സീസൺ 2 ആ ഒരു കുറച്ച് എപ്പിസോഡുകളുടെ പ്രീമിയറും കാര്യങ്ങളും ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് തന്നെയാണെങ്കിൽ നമുക്ക് പുതിയൊരു സീരീസ് ആയിട്ട് കിട്ടുന്നുണ്ട്. പുതിയൊരു സീരീസിൻ്റെ ഒരു ടൈറ്റിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതായത് ആ ഒരു സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് പാന്തറിൻ്റെ ഒരു സ്പിൻ ഓഫ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഐസ് ഓഫ് വക്കാണ്ട എന്നാണ് ആ ഒരു സീരീസിൻ്റെ പേരായിട്ട് വരുന്നത്. ഐസ് ഓഫ് വക്കാണ്ട സീരീസിനെ പറ്റിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ആണോ ഇല്ലയോ എന്നുള്ള കാര്യം മറക്കാതെ തന്നെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഡെഡ്പൂൾ 3 റിലേറ്റഡ് ആയിട്ട് അഥവാ നമ്മുടെ ജോൺ സീന ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഡെഡ്പൂൾ 3 ആ ഒരു നമ്മുടെ ഈ വൂൾവറിൻ്റെ അതുപോലെ തന്നെ ഹ്യൂ ജാക്ക്മാൻ്റെ ഫസ്റ്റ് ലുക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു ഫോട്ടോ ആണെങ്കിൽ നമ്മുടെ ജോൺ സീന ഇൻസ്റ്റാഗ്രാം വഴി ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒത്തിരി ഫാൻസ് ആണെങ്കിൽ ഇപ്പം വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോൺ സീന ആണെങ്കിൽ ഈ ഒരു ഡെഡ്പൂൾ 3 മൂവിക്കകത്ത് പീസ് മേക്കറായിട്ട് വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ്. പീസ് മേക്കറായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഒട്ടുമില്ല. ഇനി മേബി ഇനി പുള്ളിക്കാരൻ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാരക്ടറിൻ്റെ വേരിയൻ്റ് ആയിട്ട് ഇനി വരുമോ എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ട് അറിയത്തില്ല. ചിലപ്പോൾ അങ്ങനത്തെ രീതിയിലായിട്ടൊരു ക്യാരക്ടറായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്ന് നമുക്കിപ്പോൾ പറയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ എക്കോ ആണെങ്കിൽ അടുത്ത മാസം വരാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ ഇപ്പം നമ്മുടെ മാറിലാണെങ്കിൽ എക്കോയുടെ ചെറിയ ക്ലിപ്പ് പുറത്ത് വിട്ടിട്ടുണ്ടാവും. അതിൻ്റെ അത് നമുക്ക് ഒത്തിരി ബ്രൂട്ടലായിട്ടുള്ള സീൻസ് കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെയർ ഡെവിലിനെ ആണെങ്കിൽ നല്ല രീതിക്ക് ഇറക്കി കാണിക്കുന്നുണ്ട് ഈ ഒരു ക്ലിപ്പിലും അതുപോലെ തന്നെ ട്രെയിലറിലൂടെ ഒക്കെ. അതേസമയം എനിക്ക് പേഴ്സണലി തോന്നുന്നു നമ്മുടെ ഡെയർ ഡെവിലിനെ കുറച്ചുകൂടെ ഹൈഡാക്കി വെച്ചിട്ട് ഒരു സർപ്രൈസ് ക്യാമിയോ ആയിട്ട് കൊണ്ടുവന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നേനെ എന്ന് തന്നെയായിരുന്നു എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും എക്കോ സീരീസിൻ്റെ ഒരു ക്ലിപ്പും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് ബ്രൂട്ടലും അതുപോലെ തന്നെ ഒരു TV വെച്ചൊരു സീരീസ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ മാർവലിൻ്റെ സ്പോട്ട്ലൈറ്റ് ബാനറിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് സീരീസ് തന്നെയാണ് ഈ എക്കോ എന്ന് പറയുന്ന സീരീസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റിംഗ് കാര്യങ്ങൾ നല്ലതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്കോ എന്ന് പറയുന്ന ക്യാരക്ടറിനെ നല്ല രീതിക്ക് അടിപൊളിയാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഇതോടുകൂടി നമ്മൾ മാർവൽ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് തീരുകയാണ്. അപ്പോൾ നമുക്കിനി DC സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സിലേക്ക് പോകാം. അതിൽ തന്നെ ഫസ്റ്റ് നമ്മുടെ അലൻ റിച്ചർ എന്ന് പറയുന്ന ആ ഒരു ആക്ടറുണ്ട്. അപ്പോൾ ആ ഒരു ആക്ടർ ആണെങ്കിൽ നമ്മുടെ റീച്ചർ എന്ന് പറയുന്ന ആ ഒരു സീരീസിൻ്റെ അകത്ത് ജാക്ക് റീച്ചർ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പ്ലേ ചെയ്തിട്ടുള്ള അലൻ റിച്ചർ എന്ന് പറയുന്ന ആ ഒരു ആക്ടർ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരനാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ DC യൂണിവേഴ്സിലെ ബാറ്റ്മാൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ പ്ലേ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളൊരു കാര്യം പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പുള്ളിക്കാരൻ ഇതിന് മുന്നേ ആണെങ്കിൽ CWൻ്റെ അകത്താണെങ്കിൽ ആക്വാമാൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ പ്ലേ ചെയ്തിട്ടുണ്ട്. 2005 മുതൽ 2010 ആ ഒരു കാലഘട്ടത്തിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ പുള്ളിക്കാരനാണെങ്കിൽ ആക്വാമാനെ CWയിൽ പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ DC ക്യാരക്ടറിനെ പ്ലേ ചെയ്ത എക്സ്പീരിയൻസ് പുള്ളിക്കാരനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റ്മാൻ ക്യാരക്ടറിന് പുള്ളിക്കാരന് കൊടുക്കുകയാണെങ്കിൽ അത്യാവശ്യം അടിപൊളി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ പുള്ളിക്കാരൻ്റെ ഫിസിക്കും അത് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടെന്ന് തന്നെ നമുക്ക് ആ പുള്ളിക്കാരനെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ തന്നെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ ബാറ്റ്മാൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മുടെ ബാറ്റ്മാൻ അഥവാ നമ്മുടെ മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ യൂണിവേഴ്സിൻ്റെ ഒരു സ്പിൻ ഓഫ് ആയിട്ട് വരാൻ പോകുന്ന സീരീസാണ് ആർക്കം എന്ന് പറയുന്ന ആ ഒരു സീരീസ്. അപ്പോൾ ആ ഒരു സീരീസ് ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ DC യൂണിവേഴ്സിൽ ഇൻവോൾവ് ആവുന്ന ഒരു സീരീസാണ് എന്നുള്ളൊരു കാര്യം നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്.
ഇത് ഏറെക്കുറെ കൺഫേം ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് നമ്മുടെ ജെയിംസ് ഗണ്ണ് തന്നെ ഒരു കമൻറ്റിന് റിപ്ലൈ ആയിട്ട് കൊടുത്ത രീതിയിലാണ് ജെയിംസ് ഗൺ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഏറെക്കുറെ ഒരു 100% ഉള്ളതെന്ന് തന്നെ ഇപ്പോൾ വിശ്വസിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ജെയിംസ് ഗണ്ണിൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ DC യൂണിവേഴ്സും അതുപോലെ തന്നെ ആ ഒരു മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ യൂണിവേഴ്സ് തമ്മിൽ മെർജ് ആക്കാനായിട്ട് തന്നെയാണ് നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ ഉള്ളത്. ഇതിന് മുന്നേ ഈ ഒരു കാര്യം നമ്മുടെ ജെയിംസ് ഗൺ ആണെങ്കിൽ മാറ്റ് റീവ്സിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മാറ്റ് റീവ്സിൻ്റെ തീരുമാനം തന്നെയായിരുന്നു, അതായത് ഈ ഒരു മാറ്റ് റീവ്സിൻ്റെ ബാറ്റ്മാൻ യൂണിവേഴ്സ് ഒരു സെപ്പറേറ്റ് യൂണിവേഴ്സ് ആയിട്ട് കൊണ്ടുപോകാൻ എന്നുള്ള ആ ഒരു പ്ലാൻ ആണെങ്കിൽ നമ്മുടെ മാറ്റ് റീവ്സിൻ്റെ തന്നെയായിരുന്നു. പക്ഷേ അതേസമയം ഇപ്പം രണ്ടുപേരും ഏറെക്കുറെ ആ ഒരു കാര്യത്തിൽ അഗ്രി ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ യൂണിവേഴ്സിലേക്ക് തന്നെ മറ്റേ ബാറ്റ്മാൻ്റെ അഥവാ നമ്മുടെ മാറ്റ് റീവ്സിൻ്റെ യൂണിവേഴ്സ് ഇപ്പം മെർജ് ആവാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് നമുക്കിപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. എന്തായാലും ഇനിയിപ്പോൾ ഇവർ ഇത് മെർജ് ആക്കാൻ പോകുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ അടിപൊളി തന്നെയായിരിക്കും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന റൂമറായിരുന്നു, അതായത് നമ്മുടെ നിക്കോളാസ് ഹോൾട്ട് എന്ന് പറയുന്ന ആക്ടർ ആയിരിക്കും നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ DC യൂണിവേഴ്സിൽ നമ്മുടെ ലെക്സ് ലൂതർ എന്ന് പറഞ്ഞ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു റൂമർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതേസമയം ഇപ്പോൾ നമ്മുടെ ജെയിംസ് ഗൺ ആണെങ്കിൽ കൺഫേം ചെയ്തിട്ടുള്ള രീതിയിലായിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമിൽ. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ജെയിംസ് ഗൺ ആണെങ്കിൽ ഇപ്പോൾ കൺഫേം ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് നിക്കോളാസ് ഹോൾട്ടാണ് ഈ സൂപ്പർമാൻ ലെഗസിയിൽ ലെക്സ് ലൂതർ ആയിട്ട് അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ഫ്യൂച്ചറിൽ നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ DC യൂണിവേഴ്സിൽ വരാൻ പോകുന്ന പ്രോജക്ട്സിലും നമ്മുടെ ലെക്സ് ലൂതറായിട്ട് വരാൻ പോകുന്ന നമ്മുടെ നിക്കോളാസ് ഹോൾട്ട് തന്നെയായിരിക്കും എന്നുള്ളൊരു കാര്യം ജെയിംസ് ഗൺ ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാസ്റ്റിങ്ങിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതോടെ 7 ആഴ്ച കിട്ടിയിട്ടുള്ള DC അപ്ഡേറ്റ്സ് കഴിയുകയാണ്. അപ്പോൾ നമുക്കിനി നേരെ ഹോളിവുഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സിലേക്ക് പോകാം. അതിൽ തന്നെ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സോയുടെ എക്സ് അഥവാ സോയുടെ 10th മൂവി, ആ ഒരു ഫ്രാഞ്ചൈസി വരുന്ന 10ാമത്തെ മൂവി നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇപ്പം നമ്മുടെ സോ 11 എന്ന് പറയുന്ന ആ ഒരു മൂവി ആണെങ്കിൽ ഇപ്പോൾ ഫൈനലി കൺഫേം ആയിട്ടുണ്ട്. അതായത് സോ ഫ്രാഞ്ചൈസി വരുന്ന 11ാമത്തെ മൂവി ഇപ്പോൾ ഫൈനലി കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മൂവി 2024 സെപ്റ്റംബർ മാസത്തിലായിരിക്കും റിലീസ് ആവാനായിട്ട് പോകുന്നത് എന്നുള്ളൊരു റിലീസ് ഡേറ്റ് അപ്ഡേറ്റ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും സോ എക്സ് എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മൂവി തന്നെയാണ്. അപ്പോൾ സോ ഫ്രാഞ്ചൈസി ഇനിയും മൂവീസ് വരണമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുപോലെ തന്നെ ജോൺ ക്രൈമറിൻ്റെ ഒരു ബിഗ് ഫാൻ തന്നെയാണ് ഞാൻ. അപ്പോൾ നിങ്ങളിൽ എത്ര പേര് ഈ സോ ഫ്രാഞ്ചൈസി കാണാറുണ്ട്, അതുപോലെ തന്നെ സോ ഫ്രാഞ്ചൈസിയുടെ ഒരു ഫാനാണ് അഥവാ ജോൺ ക്രൈമറിൻ്റെ തന്നെ ഒരു ഫാനാണ് എന്നുള്ളൊരു കാര്യം മറക്കാതെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ സീസൺ 5 ഷൂട്ടിംഗ് ആണെങ്കിൽ അടുത്ത വർഷം ജനുവരി തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ആ ഒരു കാസ്റ്റിൻ്റെ ലിസ്റ്റിൽ നിന്ന് ഒരു കാസ്റ്റിൻ്റെ പേര് ഇപ്പോൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്, അഥവാ ഒരു ക്യാരക്ടറിൻ്റെ പേര് ഇപ്പോൾ വെട്ടിക്കളഞ്ഞിട്ടുണ്ട്. അതിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ എനിക്ക് കാണാൻ പറ്റാത്ത ഒരു ക്യാരക്ടറിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അത് ഏത് ക്യാരക്ടറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാക്സിൻ്റെ ക്യാരക്ടറാണ്, അഥവാ നമ്മുടെ സാഡി സിംഗ് പ്ലേ ചെയ്യുന്ന മാക്സ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ക്യാരക്ടേഴ്സിനും ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം നമുക്ക് ഈ മാക്സിൻ്റെ ക്യാരക്ടറിനെ മാത്രം കാണാൻ സാധിക്കത്തില്ല. ഇനി മാക്സിന് എന്തെങ്കിലും പറ്റുക എന്നുള്ള കാര്യം നമുക്കിനി ചിലപ്പോൾ ഒന്നെങ്കിൽ ലീക്കൊല്ലം ഇറങ്ങിയാലേ അറിയാൻ സാധിക്കത്തുള്ളൂ, അതല്ലെങ്കിൽ ഇനി നമുക്ക് സ്ട്രേഞ്ചർ തിങ്സ് 5 ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. മാക്സിനെ കൊണ്ടുപോകാതിരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി ഫാൻസ് ഡിസപ്പോയിൻമെൻറ്റ് വരും. അപ്പോൾ ഈ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അതിനുശേഷം ഈ ഒരാഴ്ച റിലീസായിട്ടുള്ള ട്രെയിലേഴ്സിനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ടുള്ളത് നമ്മുടെ കുങ് ഫു പാണ്ട 4 എന്ന് പറയുന്ന മൂവിയുടെ ട്രെയിലർ, ഒരു ഫസ്റ്റ് ലുക്ക് ട്രെയിലർ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ഒരു മൂവിനെ ഫോളോ ചെയ്തിട്ട് ഒരു ട്രയോളജി തന്നെ വരാൻ പോകുന്നു എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ഏറെക്കുറെ കൺഫേം ആണ്. അതായത് കുങ് ഫു പാണ്ട 4 വെച്ചിട്ട് നിൽക്കത്തില്ല, അതിനുശേഷം 5, 6 എന്ന് പറഞ്ഞിട്ട് ഒരു ട്രയോളജി തന്നെ വരുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ട്രെയിലർ എന്തായാലും അടിപൊളിയായിട്ടുള്ള ട്രെയിലർ തന്നെയാണ്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാത്തവരാണെങ്കിൽ മറക്കാതെ തന്നെ പോയി ചെക്കൗട്ട് ചെയ്തേക്കുക. അതുപോലെ തന്നെ നമ്മുടെ റയാൻ റെയ്നോൾഡ്സിന് ഇമാജിനറി ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയുടെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഒരു ഇമാജിനറി ഫ്രണ്ട് ആണെങ്കിൽ അവരുടെ വേൾഡിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് രക്ഷിക്കാനായിട്ട് നമ്മുടെ റയാൻ റെയ്നോൾഡ്സിൻ്റെ മൂലം കൂടെ ആ ഒരു ഉലകത്തിന് മൊത്തത്തിന് അഥവാ ലോകത്തിന് മൊത്തത്തിന് തന്നെ രക്ഷിക്കാൻ പോകുന്നതായിട്ടുള്ളൊരു കാര്യമായിരിക്കും നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരാഴ്ച കിട്ടിയിട്ടുള്ള മാർവൽ DC അതുപോലെ ഹോളിവുഡിൻ്റെ സൈഡിൽ നിന്ന് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ്സ് ഒക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഫുള്ളി അപ്ഡേറ്റഡ് ആയെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ഗൈസ്.